യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവദാസന്മാർ, വിശ്വാസി മക്കൾ, കൊയർ ഏവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഒട്ടും സമയം കളയാതെ ദൈവവചന കേൾവിക്ക് വേണ്ടിയുള്ള സമയങ്ങൾ വേർതിരിക്കുന്നു. ഈ ദിനങ്ങളിൽ നമ്മുടെ നടുവിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീത ദാസൻ പാസ്റ്റർ നോബൽ ജേക്കബ് നമ്മളോട് ദൈവദിനത്തിൽ നിന്ന് തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. എബ്രായ ലേഖനം ആ പുസ്തകമാണല്ലോ നമ്മൾ ഇന്നലെ മുതൽ പഠനം ആരംഭിച്ചിരിക്കുന്നത്. വളരെ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തിൽ നമ്മളായിരിക്കുമ്പോൾ തുടർ ദൈവജന പ്രഘോഷണത്തിനായി കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ വി ടി എബ്രഹാം, സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ സണ്ണി ആൻഡ്രൂസ്, ഗാനങ്ങളിലൂടെ നമ്മുടെ ആരാധനയിലേക്ക് ലീഡ് ചെയ്യുന്ന നമ്മുടെ കൊയർ മെമ്പേഴ്സ്, കടന്നു വന്ന ദൈവമക്കൾ ഓരോരുത്തരും, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മളൊക്കെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിലും ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ രാത്രി മുതൽ നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പഠന ചിന്തകൾ നമ്മൾ ആരംഭിക്കുവാനിടയായി തീർന്നു. ഇന്ന് അതിൻ്റെ തുടർമായ ഭാഗത്തേക്ക് ദൈവനാമത്തിൽ ശ്രദ്ധ തിരിപ്പാൻ ഞാൻ ശരണപ്പെടുകയാണ്. ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയായി തീർന്നത് എബ്രായ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം നമ്മുടെ ശ്രദ്ധ തിരിച്ചത് എന്തുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. തുടർന്ന് നമ്മൾ ചിന്തിച്ചത് ഇതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ വന്നത് ഇത് ആരെഴുതി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയത്. അതിൽ ഒന്നാമത്തെ മുന്നറിയിപ്പാണ് രക്ഷ എന്ത് ചെയ്യരുത്, അഗണ്യമാക്കരുത് എന്നുള്ള ചിന്ത നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഇന്നലെ ചിന്ത അവസാനിപ്പിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ശ്രദ്ധ തിരിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയും. 2-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നുള്ള പദമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയാത്തത്. അതുകൊണ്ട് എന്നത് നമ്മൾ 1-ാം അധ്യായത്തിന്റെ ഒരു കണ്ടിന്യൂഷനാണ് എന്ന് നമുക്ക് മനസ്സിലാവാനിടയായത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പണ്ട് ദൈവം വിവിധ മാർഗങ്ങളിലൂടെ ദൈവജനത്തോട് സംസാരിച്ചു. അത് പ്രവാചകന്മാർ മുഖാന്തരം, വെളിപ്പാടുകൾ മുഖാന്തരം, പുരോഹിതന്മാർ മുഖാന്തരം, ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ കർത്താവ് ദൈവജനത്തോട് സംസാരിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കും. പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിക്കും. അപ്പോൾ വളരെ വ്യക്തമായി ലേഖകൻ അവിടെ വിളിച്ചു പറയുകയാണ്, ഈ നാളുകളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ്. യേശുവിനെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ ലേഖകൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ദൂതന്മാരെക്കാട്ടിലും വലിയവനാണ്. അതാണ് അവിടുത്തെ 1-ാമത്തെ അധ്യായത്തിലെ ചിന്ത എന്നത്. ജീസസ് ഇസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ് എന്നുള്ളതാണ് 1-ാം അധ്യായത്തിലെ ചിന്ത നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് താനോട് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ, ഈ അന്ത്യനാളുകളിൽ ആരെയാണ് നിങ്ങൾക്ക് വരച്ചു കാട്ടിയിരിക്കുന്നത്? യേശുവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചു കാട്ടിയിരിക്കുന്നു. ഇതിനുശേഷം 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശുവിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് ഇന്നലെ രാത്രി ചിന്തിക്കുവാനിടയായിരുന്നു. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് അവകാശിയാണ്. ഹി ഈസ് ദ ഇൻഹെറിറ്റർ എന്നാണ് നമുക്ക് 1-ാമത്തെ കാര്യം കാണുവാൻ കഴിഞ്ഞത്. 2-ാമത്തെ കാര്യം കണ്ടത്, ഹി ഈസ് ദ ക്രിയേറ്റർ, അവനാണ് സൃഷ്ടിതാവ് എന്ന് നമ്മൾ കണ്ടു. 3-ാമത്തെ കാര്യം നമ്മൾ കണ്ടത്, ഹി ഈസ് ദ റേഡിയേറ്റർ, അവനാണ് തേജസ്സിന്റെ പ്രഭ എന്ന് നമ്മൾ കണ്ടു. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്. ഹി ഈസ് ദ റെപ്രസെന്റർ എന്ന് നമ്മൾ കണ്ടു. 5-ാമത്തെ കാര്യം നമ്മൾ കണ്ടത്, അവൻ വഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ സസ്റ്റെയിനർ എന്ന് നമ്മൾ കാണുവാനിടയായി തീർന്നു. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത്,
പാപത്തിന് പരിഹാരമുണ്ടാക്കിയൻ. ഹി ഈസ് ദ പ്യൂരിഫയർ എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതിനുശേഷം 7ാമത്തെ കാര്യമാണ് കണ്ടത്, ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ ഹി ഈസ് ദ റൂളർ എന്ന് പറയും. ഈ 7 കാര്യങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെ കാട്ടിലും വലിയവനെന്ന് 1-ാം അധ്യായത്തിൽ തന്നെ ലേഖകൻ എന്ത് ചെയ്യുന്നു, അവിടെ ഉറപ്പിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം അവിടെയും പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെ കാട്ടിലും ശ്രേഷ്ഠനാകാനുള്ള വീണ്ടും കാരണങ്ങൾ താൻ 1-ാം അധ്യായത്തിൽ പറയുകയാണ്. നമ്മൾ അവസാനത്തെ കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവനെല്ലാം എന്ത് ചെയ്തു, നിവർത്തീകരിച്ചു. വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവൻ, അത് പഴയ നിയമത്തിലെ യഹൂദന്മാരോട് പറയുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സമാഗമന കൂടാരത്തിൽ മഹാപുരോഹിതന് ഇരിക്കുവാനായിട്ട് എന്തില്ല, ഒരു ഇരിപ്പിടമില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ ക്രിയകൾ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വർക്കുകൾ അവസാനിക്കുന്നേയില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെയാണ് യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ എന്ത് ചെയ്യുകയാണ്, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുകയാണ്, യേശു ചെയ്യേണ്ടത് മുഴുവൻ എന്ത് ചെയ്തു. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓൺ ദ ക്രോസ് അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം എന്ത് ചെയ്തു, നിവർത്തിയായി. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി ലേഖകൻ പറയുകയാണ്, യേശു ദൂതന്മാരെ കാട്ടിലും വലിയവൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിന് ശേഷമാണ് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഒരു പദം കൂടെ പറയുകയാണ്, അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഈ വാക്യം നമ്മൾ ചിന്തിച്ചതിന് ശേഷം നമുക്ക് തുടർന്നുള്ള മനഭാഗത്തേക്ക് കടന്നു പോകാം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വീണ്ടും ദൂതന്മാരെ കാട്ടിലും ശ്രേഷ്ഠൻ എന്ന് അവിടെ ലേഖകൻ പറയുന്നത്? നമുക്ക് ഈ യേശു ദൂതന്മാരെ കാട്ടിലും ശ്രേഷ്ഠനാണെന്നും പറയുമ്പോൾ നമുക്കൊരു കുലുക്കവും വരത്തില്ല, നമുക്കൊന്നും സംഭവിക്കത്തില്ല, നമുക്കൊന്നും തോന്നുകയില്ല. പക്ഷെ ഒരു യഹൂദനെ സംബന്ധിച്ച് യേശു ദൂതന്മാരിലെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ അതിന് വളരെ സിഗ്നിഫിക്കൻ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവനെ സംബന്ധിച്ച്. അതിന് 2-3 കാരണങ്ങളുണ്ട്. 1-ാമത്തെ കാരണം എന്ന് പറയുന്നത്, ദൈവിക പ്രവൃത്തി എവിടെ നടക്കുന്നോ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ദൂതന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രസൻസ് ഓഫ് ഏഞ്ചൽസ്. എവിടൊക്കെയാണോ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് അവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ കഴിയും, ദൂതന്റെ സാന്നിധ്യം കാണാൻ കഴിയും. അപ്പോൾ 1-ാമത്തെ പ്രത്യേകതയാണ്. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, യഹൂദനെ സംബന്ധിച്ച് അവൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മോശയ്ക്ക് ന്യായപ്രമാണം കിട്ടിയത് ദൂതന്മാർ മുഖാന്തരമാണ് എന്ന് ആർക്കറിയാം? യഹൂദന്മാർക്ക് അറിയാം. പഴയ നിയമത്തിൽ നമ്മൾ അത് കാണുന്നില്ല, എങ്കിലും അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 7-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മോശയ്ക്ക് ന്യായപ്രമാണം കിട്ടിയത് ദൂതന്മാർ മുഖാന്തരമാണ്. The law came through the angels. ദൂതന്മാർ മുഖാന്തരമാണ് മോശയ്ക്ക് ന്യായപ്രമാണം കിട്ടിയത്. അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി എവിടെ നടക്കുന്നു അവിടെ ആരുടെ സാന്നിധ്യമുണ്ട്? ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രമാണം ദൈവജനത്തിന് നൽകിയത്, അതിൽ മോശയിലൂടെ നൽകിയത് ആര് മുഖാന്തരമാണ്? ദൂതന്മാർ മുഖാന്തരമാണ്. 2-ാമത്തെ കാരണം എന്ന് പറയുന്നത്. 3-ാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ലേഖനം എഴുതുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രേഞ്ച് ടീച്ചിങ്സ് അല്ലെങ്കിൽ ഫോൾസ് ടീച്ചിങ്സ് സഭയ്ക്കകത്ത് ഇൻട്രൂഡ് ചെയ്തു. സഭയ്ക്കകത്തേക്ക് വന്നപ്പോൾ ആ ടീച്ചിങ്സിനെതിരെയും എഴുതിയ ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത്, എബ്രായ ലേഖനം. എന്താണ് ഫോൾസ് ടീച്ചിങ്? ഇന്നലെ ഞാൻ പറഞ്ഞു, യേശുവിനെ ആരായിട്ട് കാണുകയാണ്? ദൂതന്മാരായിട്ട് കാണുന്ന ഒരു പഠിപ്പീര് നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അങ്ങനത്തെ ഒരു ടീച്ചിങ് ആണ്. നമുക്കറിയാം, ദൈവം ലൂസിഫറിനെ എന്ത് ചെയ്തു? താഴെ ഇട്ടു. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ദൂതനൊരു അഹങ്കാരം വന്നു. എന്താണെന്ന് അറിയാമോ? എന്റെ സിംഹാസനം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സിംഹാസനത്തിന് എന്ത് ചെയ്യണം? മുകളിലാണ്. അപ്പൊ ലൂസിഫറിനെ എന്ത് ചെയ്തു? തട്ടി താഴെ ഇട്ടു. അതിന് പകരമായിട്ട് മറ്റൊരു ദൂതനെ എന്ത് ചെയ്തിട്ടില്ല? ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു പഠിപ്പീര് വന്ന് ലൂസിഫറിന് പകരമായി ക്രിയേറ്റ് ചെയ്ത ഒരു ദൂതനാണ് ആരെന്ന് പറയുന്നത്, യേശു എന്നൊരു റോങ് ടീച്ചിങ്, സ്ട്രേഞ്ച് ടീച്ചിങ് ആ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ആ
ടീച്ചിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലേഖകനോട് പറയുകയാണ്, ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാണ് ആരെന്ന് പറയുന്നത്? യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. കാരണം ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ബെറ്റർ എന്നൊരു പദം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാൽ മൂലഭാഷയിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആ ശ്രേഷ്ഠൻ, ബെറ്റർ എന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം ഇതാണ്, ക്രിസോൺ എന്ന പദമാണ്. ക്രിസോൺ എന്ന പദമാണ് മൂലഭാഷയിൽ ശ്രേഷ്ഠൻ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. പദം എന്ന് പറയാമോ ഒരുമിച്ച് ചേർന്ന്? ക്രിസോൺ, ക്രിസോൺ, ക്രിസോൺ എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് ഡിഗ്രി ബട്ട് ഓഫ് കൈൻഡ് എന്ന് പറഞ്ഞാൽ സെയിം ഡിഗ്രി അല്ല, മറിച്ചെന്താ? ഡിഫറെന്റ് കൈൻഡ് ആണ്. ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദൂതൻ 150 മൈൽ സ്പീഡിൽ സഞ്ചരിച്ചാൽ യേശു 200 മൈൽ സ്പീഡിൽ എന്ത് ചെയ്യും? അപ്പോൾ എന്താ? സെയിം ഡിഗ്രിയാ. ഒരു ദൂതൻ എന്ത് ചെയ്യുന്നു? 150 മൈൽ സ്പീഡിൽ സഞ്ചരിച്ചാൽ യേശു എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത്രയേ ഉള്ളൂ. യേശു ആരായിട്ട് കാണുക? അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, എനിക്കൊരു കാറുണ്ട്, ആ കാർ 100 മൈൽ സ്പീഡിൽ പോകും, പക്ഷെ നിങ്ങളുടെ കാർ എത്ര പോകും? 150. അപ്പോൾ സെയിം ഡിഗ്രിയ. പക്ഷേ അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ സെയിം ഡിഗ്രി അല്ല, അവൻ എന്താണ്? മറ്റൊരു കൈൻഡ് എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ യേശു ആരല്ല? ഒരു ദൂതൻ അല്ല, മറിച്ച് അവൻ ആരാണെന്നറിയാമോ? അവൻ സകലത്തെയും സൃഷ്ടിച്ച സകലത്തിന്റെ സൃഷ്ടിതാവാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുക. അപ്പോൾ അവിടെ തന്നെ ആ പഠിപ്പീരിനെ തടയിട്ടുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്, യേശു ആരല്ല? യേശു ദൂതനല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സെയിം ഡിഗ്രിയിൽ സഞ്ചരിക്കുന്ന ഒരു ദൂതനല്ല, മറിച്ച് അവൻ ആരാ? മറ്റൊരു കൈൻഡ എന്ന് പറയുമ്പോൾ യേശു ദൈവമാണ് എന്ന് ലേഖകൻ എന്ത് ചെയ്യാണ്? അവിടെ വളരെ വ്യക്തമായി പറയുക. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ വീണ്ടും പറയുകയാണ്. അതുകൊണ്ടാണ് ആ പദം നോക്കി അവിടെ പറയുകയാണ്, അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ആരായി മാറി? സെയിം ഡിഗ്രി അല്ല, ഡിഫറെന്റ് കൈൻഡ് ആണ്. പറഞ്ഞതിനർത്ഥം ഡിഫറെന്റ് കൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൂതനല്ല അവൻ, മറിച്ച് ആരാ? നമുക്ക് ചേർന്ന് പറയാം, നമ്മുടെ യേശു ആരാ? അവൻ ദൈവമാണ് എന്നവിടെ ലേഖകൻ പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് തുടർന്നുള്ള പോയിന്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, 5-ാം വാക്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ 2 വാക്യങ്ങളെ കോട്ട് ചെയ്ത് പറയുക. സങ്കീർത്തനങ്ങൾ 2-ാം സങ്കീർത്തനം 7-ാം വാക്യം 1, 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തെ 2 വാക്യത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് 5-ാം വാക്യം പറഞ്ഞിട്ട് 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ടെസ്റ്റിമണിയാ. ആരെ കുറിച്ചാണെന്ന് പറയുമ്പോൾ പുത്രനെ കുറിച്ചുള്ള ടെസ്റ്റിമണിയാ. ദൈവത്തിന്റെ ടെസ്റ്റിമണി എന്താണെന്നറിയാമോ? ആദിജാതനെ പിന്നെയും ഭൂതലത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ എന്ത് ചെയ്യണം? ഇനി 5-ാം വാക്യം നോക്കിയേ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം നോക്കിക്കോ, എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും. അപ്പൊ ലേഖകരോട് പറയുക, ദൈവത്തിന്റെ ടെസ്റ്റിമണി എന്താ? യേശു ആരാ? യേശു പുത്രനാ. അപ്പോൾ വളരെ വ്യക്തമായി ചോദിക്കുക, ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു ശബ്ദം? ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, യേശു ആരാണ്? ദൂതനല്ല, മറിച്ച് യേശു ആരാ? പുത്രനാ. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത് അവൻ ഡിഫറെന്റ് കൈൻഡാ. 2-ാമത്തെ കാര്യം പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, പുത്രൻ ആരാണ്? പുത്രൻ ദൈവമാണ് എന്ന് ചെയ്യുകയാണ്, സാക്ഷ്യപ്പെടുത്തുക. ഇതിന് ശേഷമാണ് അടുത്ത പദം നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, ഏഞ്ചൽസ് എന്ന് പറയുന്നത്. 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഏഞ്ചൽസ് എന്ന് പറയുന്നത് സെർവൻസ് ആണ്. അവൻ ആരാണ്? സേവകാത്മാക്കളാണ് ഏഞ്ചൽസ്. അതുകൊണ്ടാണ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷക്കാരുമാക്കുന്നു എന്ന്. അപ്പോൾ ദൂതന്മാർ ആരാണ്?
സേവകാത്മാ. They are the servants. അവരാരാണ്? സെർവൻസ് ആണ്. പക്ഷേ യേശു ആരാണെന്നറിയാമോ? അടുത്ത പദം നോക്കിയേ, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം. അപ്പൊ ഒറ്റ രീതിയിൽ പറഞ്ഞാൽ അവിടെ പറയുകയാണ്, ദൂതന്മാരെന്ന് പറയുന്നത് സെർവൻസ് ആകുമ്പോൾ who is Jesus? Jesus is the King of Kings. യേശു എന്ന് പറയുന്നത് രാജാവാകുന്നു. ോ വളരെ വ്യക്തമായി പഴയ നിയമത്തിലെ വാക്കുകളെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ലേഖകൻ അവിടെ ഉറപ്പിക്കുന്ന ഒരു കാര്യം, യേശു ആരല്ല, യേശു ആരല്ല, യേശു ദൂതനല്ല, മറിച്ച് യേശു ആരാ? യേശു രാജാതി രാജാവാകുന്നു. അതുകൊണ്ടാണ് അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അവിടെ പറയും, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള. അപ്പോൾ ഈ രാജാവിന്റെ പ്രത്യേകത എന്താണ്? നേരുള്ള രാജാവാ, നേരുള്ള രാജ്യത്തിന്റെ ചെങ്കോൽ. എന്നിട്ട് പറയുന്നത്, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടത എന്ത് ചെയ്യും? ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി. ഞാൻ അതിനെ വാക്യപ്രതിയുടെ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം പറയുകയാണ്, ഹി ഈസ് ഡിഫറെന്റ് കൈൻഡ്. രണ്ടാമത്തെ കാര്യം പറയുക, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുക, ഇവൻ ആരാ? ഇവൻ പുത്രനാ, ദൂതനല്ല. മൂന്നാമത്തെ കാര്യം പറയുക, ദൂതന്മാർ സെർവൻസ് ആണ്, പക്ഷെ ജീസസ് ആരാണ്? അവൻ കിങ് ഓഫ് കിങ്സ് ആണ്. ഇത് പറഞ്ഞിട്ട് പിന്നെയും താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു എന്ന് പറയുന്നത് ക്രിയേറ്റർ. ഞാൻ വാക്യം വായിക്കുന്നത് 10 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, യേശു എന്ന് പറയുന്നത് ക്രിയേറ്റർ. പക്ഷേ ജീസസ് എന്ന്, ഏഞ്ചൽസ് എന്ന് പറയുന്നത് ക്രിയേഷനാ. എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവാണ് യേശു, പക്ഷെ ഏഞ്ചൽസ് ആരാണ്? 1-ാം അധ്യായം നിങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വന്നാൽ നമുക്ക് അവിടെ ഒക്കെ കാണുവാൻ കഴിയുന്നത്, അടുത്തത് 11-12 കാണാൻ കഴിയുന്നത്, ജീസസ് എന്ന് പറയുന്നത് സസ്റ്റൈനർ ആണ്, എന്നാൽ ഏഞ്ചൽസ് എന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ആണ്. അത് പറഞ്ഞതിന് ശേഷം താഴോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ എന്താണ് ദൂതന്മാരെ കുറിച്ചുള്ള അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവർ ഒറ്റക്കാര്യം മാത്രമാണ്, അവർ ദൈവത്തിന്റെ സെർവൻസ് മാത്രമാണ്, സേവകാത്മാക്കൾ മാത്രമാണ്. ഇതിലൂടെ എല്ലാം പ്രൂവ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, യേശു ആരല്ല? യേശു ദൂതനല്ല, മറിച്ച് ഒരൊറ്റ കാര്യം പറയുക, ഹി ഈസ് ഗ്രേറ്റർ ദാൻ. ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ലേഖകൻ എന്താ പറയുന്നത് അറിയാമോ? യഹൂദ വിശ്വാസികളോട് പറയുക, നിങ്ങൾ പഴയ നിയമത്തിൽ കാണുന്ന ഒരു ദൂതനല്ല, നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്ന യേശു എന്ന് പറയുന്നത്, മറിച്ച് നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട യേശു എന്ന് പറയുന്നത് രാജാതി രാജാവായ കർത്താവാണ്, സൃഷ്ടിതാവായ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് ദൈവങ്ങളിൽ ഒരു ദൈവമല്ല. നമ്മൾ സേവിക്കുന്ന ദൈവം എന്ന് പറയുന്നത് തുലനം ചെയ്യുവാൻ കഴിയാത്ത അത്യുന്നതങ്ങളിൽ രാജാതി രാജാവായ കർത്താതി കർത്താവായ ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ രാജാവിന്റെ സാന്നിധ്യമാണ്, ആ രാജാതി രാജാവിന്റെ സാന്നിധ്യമാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പ്രൂവ് ചെയ്ത കാര്യം, ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. ഇത് പറഞ്ഞിട്ടാ പറയുന്നത്, അതുകൊണ്ട് നാം എന്ത് ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രൂവ് ചെയ്തു. എന്താ പ്രൂവ് ചെയ്തത്? ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ. ഇത് പറഞ്ഞിട്ട് നമ്മളോട് പിന്നെ പറയുക, വാണിംഗ. അപ്പോൾ യേശു ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി. ഇത് പറഞ്ഞിട്ട് പറയും, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്. കേട്ടത് എന്ത് ചെയ്യണം? 2 പാർനേഴ്സസ്, 2 മുന്നറിയിപ്പാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? 2-ാം അധ്യായത്തിൽ കാണുന്നത്. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി, യേശു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു വ്യക്തി, മറിച്ച് യേശു ആരാ? ഒന്ന് ചേർന്ന് പറഞ്ഞ, ഹി ഈസ് ഗാഡ്. അവൻ ആരാ? ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ അവൻ രാജാതി രാജാവാ. അപ്പോൾ ഈ സുവിശേഷം ആർക്കെത്തി? നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? ഏത് സുവിശേഷം? രാജാതി രാജാവായ
യേശുവിനെ പറ്റിയുള്ള സുവിശേഷം എവിടെ എത്തി? ഇനി നമ്മളോട് മുന്നറിയിപ്പ. ഈ സുവിശേഷം കേട്ടതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കേട്ടത് എന്ത് ചെയ്യരുത്? അപ്പൊ എന്തിനുള്ള സാധ്യതയുണ്ട്? ഇനി ശ്രദ്ധയോടിരിക്കണം. ഈ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി ശ്രദ്ധയോടിരിക്കണം. 2-ാം അധ്യായത്തിൽ പറയുക മുന്നറിയിപ്പ്, സ്ട്രോങ് മുന്നറിയിപ്പ്. ന്യൂ ടെസ്റ്റ്മെന്റിനകത്തെ ഒരു സ്ട്രോങ് മുന്നറിയിപ്പ് നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു നാവികന്റെ ഭാഷയിൽ, ഒരു നോട്ടിക്കൽ ലാംഗ്വേജിലാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അധികം ശ്രദ്ധയോടെ. അപ്പം ഡ്രിഫ്റ്റ് അവേ ആകാതിരിക്കണമെങ്കിൽ ഹോൾഡ് ഓൺ ചെയ്തോണം. പദം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ആങ്കർ ഇട്ടോണം. നങ്കൂരം എന്ത് ചെയ്തോണം? ഇട്ടോണം. ഡ്രിഫ്റ്റ് അവേ ആകാതിരിക്കാൻ ഹോൾഡ് ഓൺ ചെയ്തോണം. 1-ാമത്തെ വാണിംഗ്. 2-ാമത്തെ വാണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ താഴോട്ട് നോക്കിയാൽ കാണുന്നത്, ഈ സുവിശേഷം കേട്ടവർ അതിനെ നിരസിച്ചാൽ എന്തുണ്ടാകും? ശിക്ഷ. അതിനവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പറയുന്ന പദം നോക്കണം. അവിടെ പറയുകയാണ്, അനുസരണക്കേടിന്, ലംഘനത്തിനും ന്യായമായ പ്രതിഫലം ലഭിച്ചുവെങ്കിൽ ഈ സുവിശേഷം, ഏത് സുവിശേഷം? നമ്മൾ കേട്ട സുവിശേഷം. ആരെ കുറിച്ചത്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടത് നമ്മൾ അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ എന്തുണ്ടാകും? അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. 2 കാര്യങ്ങൾ. ഒന്ന് 2 വാണിംഗ്, ഒന്ന് ഡ്രിഫ്റ്റിങ്ങും, 2-ാമത്തത് റിജക്റ്റിംഗ് ദ ഗോസ്പൽ. ഈ 2 വാണിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കണം, ഞാൻ ആ പദത്തിലേക്ക് വരും. 1-ാമത്തെ വാക്യത്തിലേക്ക് വരും. 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരിക. ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനും നിങ്ങൾ എന്ത് ചെയ്തോണം? കേട്ടത് എന്ത് ചെയ്യണം? അപ്പോൾ 1-ാമത്തെ വാണിംഗ് ദൈവത്തിന്റെ ആത്മ പറയാണ്, സുവിശേഷമൊക്കെ കേട്ടു, സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടു, സുവിശേഷത്താൽ ജീവിക്കപ്പെടുന്നു, സുവിശേഷം നാളെ തേജസ്കരണപ്പെടും, ഉറപ്പാ. പക്ഷേ ഒരു കാര്യത്തിന് സാധ്യതയുണ്ട്. എന്തിന് സാധ്യതയുണ്ട്? ഒഴുകിപ്പോകാൻ. ആ ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ഇട്ടോണം? നിങ്ങൾ നങ്കൂരം ഇട്ടോണം, ആങ്കർ ഇട്ടോണം. ഇല്ല എങ്കിൽ ഏത് സമയത്തും എന്ത് ചെയ്യാം? നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലേക്ക് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന പല സിമ്പലുകളുണ്ടായിരുന്നു. അതിൽ ഒരു സിമ്പലാണ് ഇന്നും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ക്രിസ്ത്യൻസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഫിഷിന്റെ സൈൻ. അതോടൊപ്പം തന്നെ അവർ ആ കാലഘട്ടത്തിൽ നമ്മൾ ചരിത്രം വായിച്ചാൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു സിമ്പലാണ് ആങ്കർ എന്ന് പറഞ്ഞ നങ്കൂരമെന്ന. അതെന്തിനാണെന്നറിയാമോ? ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നങ്കൂരം എന്ത് ചെയ്തോണം? ഇനി ഇത് മനസ്സിലാക്കാൻ വേറൊന്നും നോക്കണ്ട. വലിയ ഓളമൊന്നും വേണ്ട. എന്ത് ചെയ്യാൻ? ഒഴുകി ഡ്രിഫ്റ്റായി പോകാൻ. അതിനാണ് അവിടെ ഞാൻ പറഞ്ഞത്, ഒരു നാവികന്റെ ഭാഷയോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നങ്കൂരം ഇടാത്ത വള്ളം, അല്ലെങ്കിൽ ഒരു ഷിപ്പ്, അല്ലെങ്കിൽ ഒരു ബോട്ട്, ഒരു ഓളവും ഇല്ലെങ്കിൽ പോലും ഒരു രാത്രി കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നാൽ അവിടെ എന്ത് ചെയ്യത്തില്ല? വലിയ ഓളമൊന്നും. എന്താ സംഭവിക്കുന്നത്? സ്ലോലി എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിശ്വസിക്കുക. ഇതേ അർത്ഥത്തിലെ ലേഖകൻ പറയുന്നത് ഒരു കാര്യത്തിന് സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാനുണ്ട്? ഒഴുകിപ്പോകാനുള്ള. അപ്പൊ ഈ ഒഴുകിപ്പോക് നടക്കുന്ന ഒരു ദിവസം കൊണ്ട്, ഇനി ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്തങ്ങ് പറയാം, നമ്മൾ പോലും അറിയത്തില്ല എവിടുന്ന് പോകുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ആത്മീകരാണെന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും പലപ്പോഴും എവിടെ അല്ല, നങ്കൂരം ഇട്ടിട്ടില്ല. പുറമേ നമ്മൾ പറയുക എന്താ? നമ്മൾ ആരാ?
യേശു എന്ന തീരത്തല്ല നമ്മൾ. ആ തീരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഇടയിൽ പാട്ടുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിൽ പോലും ബന്ധം ആരുമായിട്ടില്ല. പക്ഷെ എന്താ ചെയ്തത്? ഞാനതാ പറഞ്ഞത്, ഇത് ഒരു രാത്രിയും കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്. ചിലപ്പം ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാകാം ഏതെന്ന് പറയുന്നത് ഈ ഒഴുകിപ്പോക്ക്. ഈ ഒഴുകിപ്പോകാനുള്ള കാരണങ്ങൾ എന്താ? ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഫെമിലിയാരിറ്റി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിന്റെ അർത്ഥം എന്ത് തുടങ്ങിയെന്ന? ഒഴുകിപ്പോക്ക്. ഞാൻ അതിനെ ഒന്നും കൂടെ പറയാം. ദൈവവചനമായിട്ട് ബന്ധത്തിൽ നമുക്ക് ഫെമിലിയാരിറ്റി വന്നു തുടങ്ങിയാൽ അതിന്റെ അർത്ഥം എന്തായി? ഒഴുകിപ്പോക്ക്. ഒരു പ്രത്യേക പോർഷൻ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് എടുത്തു. ഓ, ഇതിനകത്ത് എന്ത് കേൾക്കാൻ, ഇത് എത്ര പ്രാവശ്യം? ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിശ്വസിക്കുക. ഇതിനകത്താണോ? ആന്നു. ദൈവവചനം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര പ്രാവശ്യം കേട്ടതാ? ഇതിനകത്ത് എന്താ പുതിയത്? ഇങ്ങനൊരു ഫെമിലിയാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ത് തുടങ്ങിയതാ? യു ആർ ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ. ഇതൊരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന. ഇതാരോടെ എഴുതിയത്? എബ്രായം. എത്ര വർഷം പഴക്കമുള്ളവരാ? ഈ 38 വർഷം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഏകദേശം ബൈബിൾ മൊത്തം എന്ത് ചെയ്തു? ഇനി ഞങ്ങളെ കൂട്ട് അറിയാത്തവരാരും ഞങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാം? ഇങ്ങനൊരു ഫെമിലിയാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, നമ്മൾ ആരുടെ സൈഡിലല്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. ഈ ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം വാസ്തവമായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ ഒഴുകിപ്പോക്ക് തുടങ്ങി. നങ്കൂര ഇന്ന് രാത്രി ഇട്ടോണം. നങ്കൂരം ഇന്ന് രാത്രി ഇട്ടില്ല. സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് കർത്താവിന്റെ വരവെന്ന് നമുക്ക് അറിയത്തില്ല, എപ്പോഴാണ് നമ്മുടെ അന്ത്യമെന്ന് അറിയത്തില്ല. നമ്മുടെ ആ കേന്ദ്രം കർത്താവുമായിട്ടല്ല എങ്കിൽ സംഭവിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് പട്ടുപോയതുപോലെ മരുഭൂമിയിൽ നമ്മളും പട്ടുപോകാം. അതുകൊണ്ട് ലേഖകൻ പറയുന്നത് യു ഹാവ് ടു ഹോൾഡ് ഓൺ. ആരെയാ ഹോൾഡ് ഓൺ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഹോൾഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. Why? He is greater than the angels. He is greater than the Moses. He is greater than Aaron. He is greater than the priest. എന്റെ ദൈവജനമേ, ഇങ്ങനൊരു ഫെമിലിയാരിറ്റി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയുകയും എന്നെ മടക്കി വരുത്തണം. ഈ ബൈബിൾ ക്ലാസ്സുകളുടെ ഒരു ഒറ്റ ഉദ്ദേശം, ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒറ്റ ഉദ്ദേശം, നമുക്കിടയിൽ റിവൈവൽ ഉണ്ടാകണം. എന്താ യഥാർത്ഥ റിവൈവൽ? യു ഹാവ് ടു കം ബാക്ക് ടു ദ ലോർഡ്. യഥാർത്ഥ റിവൈവൽ എന്ന് പറയുന്നത് ഗോയിങ് ബാക്ക് ടു ദ ലോർഡ്. ആ ദൈവത്തോടുള്ള നിരപ്പായ ഏറ്റവും വലിയ റിവൈവൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ലേഖൻ പറയുക, അങ്ങനെ നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് അവേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്തോണം? ഹോൾഡ് ഓൺ. യു ഹാവ് ടു ഹോൾഡ് ഓൺ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ ലേഖനങ്ങൾ എഴുതിയവർക്കൊക്കെ ഒറ്റ പെർസ്പെക്റ്റീവ് ഉള്ളായിരുന്നു. ദാറ്റ് ഈസ് ദ പെർസ്പെക്റ്റീവ് ഓഫ് എറ്റേണിറ്റി. കാരണം എന്താണെന്നറിയാമോ? അവരുടെ അകത്തൊരു വെളിപ്പാടുണ്ട്. ആരെ കുറിച്ചുള്ള വെളിപ്പാട്? യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസ്സിന് വന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് നിങ്ങൾ ഇങ്ങനെയല്ല ഇരുത്തുന്നത്.
Hallelujah. Praise the name of the Lord. Hallelujah. അപ്പോൾ ഒന്നാമത് നമുക്ക് വേണ്ടത് യേശുവിനെ കുറിച്ചുള്ള എന്ത് വേണം? വെളിപ്പാട്. ആ വെളിപ്പാട് നമ്മളെ എവിടെ നിന്ന് അടിക്കത്തില്ല, നമ്മളെ ഡ്രിഫ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല. ഒന്നാമത്തതാ, ഫെമിലിയാരിറ്റി വന്നാൽ സംഭവിക്കുന്ന എന്താ? നിങ്ങൾ അങ്ങനെ ഒന്നല്ല. ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ പോയ ദൈവമക്കളുടെ ഇരിപ്പ് കണ്ടാൽ ദൈവവചനം പോലും ഒന്നും എന്ത് ചെയ്തില്ല. കാരണം നമുക്കിതെല്ലാം എന്തായി? 38 വർഷത്തെ പാരമ്പര്യം നമ്മളെ ആരാക്കി? 10 വർഷത്തെ പാരമ്പര്യം നമ്മളെ ആരാക്കി? ഈ തികഞ്ഞവൻ എന്നൊരു ചിന്ത നമ്മളെ വന്നാൽ that is the danger. You are not in the safe zone, you are in the danger zone. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം പഠിപ്പിക്കുന്ന കർത്താവ് ആത്മാവിൽ ആരാ ഭാഗ്യവാന്മാർ? ആത്മാവിൽ ദരിദ്രരായവർ. അവർക്ക് എന്താ ലഭിക്കുന്നത്? സ്വർഗരാജ്യം. അപ്പൊ ദൈവമക്കളെ സ്വർഗരാജ്യത്തിൽ പോകണം എന്താ വേണ്ടത്? ഫെമിലിയാരിറ്റി നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുമോ? ഹല്ലേലൂയ. 100 പ്രാവശ്യം കേട്ട ദൈവവാദനാണെങ്കിലും 101ാമത്തെ പ്രാവശ്യം നിങ്ങൾ കേട്ടാലും എനിക്കൊരു കാര്യം ഉറപ്പാ, അതിനൊരു പുതുമയുടെ ഒരു ആത്മാവ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു ദൈവിക വിടുതൽ ഉണ്ടായിരിക്കും. കാരണം ഇത് എഴുതപ്പെട്ടത് മനുഷ്യനാലല്ല, മനുഷ്യന്റെ കരങ്ങളുടെ പുറകിൽ ചലിച്ച ഒരു ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ആത്മാവുള്ളിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പഠിക്കുമ്പോഴും ആത്മാവിനാൽ എഴുതപ്പെട്ടത് ആത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസാന്നിധ്യത്തോടെ ചലിക്കുന്നത്. അതുകൊണ്ട് എന്റെ മിടുക്കോ എന്റെ സംസാരമോ ഞങ്ങളെ ആരുടെയും അല്ല. കാരണം ഇതിന്റെ പുറകിൽ ചലിച്ചൊരു കരമുണ്ട്. ആ കരം മറ്റാരുടെയുമല്ല, അത് എല്ലാവരെക്കാളും ശ്രേഷ്ഠനായ യേശുവിന്റെ കരമോ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് ഫെമിലിയാരിറ്റി വന്നാൽ എന്തു തുടങ്ങി? രണ്ടാമത്തത്, പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല, ദൈവവചന പഠനം നമുക്ക് സമയമില്ല. നമുക്ക് ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾക്കൊന്നിനും നമുക്ക് സമയമില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നാൽ എന്തു തുടങ്ങി? നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ ഡേഞ്ചർ എന്നാണെന്നറിയോ? നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്ത് കേട്ടിട്ടാ? ആരെ കേട്ടിട്ടാ? നമ്മൾ ജീവിക്കുന്ന എന്തുകൊണ്ടാ? ഇതും കൊണ്ടാ. പക്ഷെ സംഭവിക്കുന്നത് ഇതിനോട് പരിചിതമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിനെ ഗവനിക്കേണ്ട പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. നമ്മളെല്ലാം ബിസി ലൈഫുള്ളവരാ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ദൈവവചനത്തിനും ദൈവത്തിനും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒഴുകുക. We are drifting away. എന്റെ ദൈവമക്കളെ, ഞാനൊരു കാര്യം ദൈവമക്കളോട് ഹൃദയം തുറന്നു പോയിട്ടെ. നമ്മൾ ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമാണെന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല എങ്കിൽ നമ്മൾ ആരില്ല. അതുകൊണ്ട് ലേഖനം ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു കാര്യം, കർത്താവിൽ കേന്ദ്രികമല്ലാത്തൊരു കാര്യം ഉണ്ടായാൽ സംഭവിക്കും നമ്മൾ എന്ത് ചെയ്യുക? വി ആർ ഡ്രിഫ്റ്റിംഗ് അവേ. എനിക്ക് ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ഞാൻ ദൈവജനത്തിൽ പറയാം, ഒരൊറ്റ കാര്യം ആഗ്രഹമുള്ളൂ. നഷ്ടപ്പെട്ട ദൈവമായിട്ടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരണം. ഞാൻ ദൈവമക്കളുടെ ഒരു കാര്യം പറയാം, ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ലോകം ഇളകി മറിഞ്ഞാലും ദൈവമക്കൾക്ക് കൂളായിട്ട് നിൽക്കാൻ കഴിയും.
കാരണം അതിന്റെ പുറകിൽ നിന്നെ കൈപിടിക്കുന്നത് കർത്താവാ. ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ കഴിയുന്നവർ ഈ വചനത്തിൽ ഏറ്റെടുത്ത് പറ. മറ്റൊന്നുമില്ലെങ്കിലും ദൈവമായിട്ട് റിലേഷൻഷിപ്പ്, അതാ എനിക്ക് വേണ്ടത്. ഹല്ലേലൂയ. എത്ര ബിസി ആണെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവമക്കൾ കൊടുത്തു പോയിക്കേ. ഇന്ന് രാത്രി നിങ്ങൾ സമയം എഴുതി വിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം അതേ ഉള്ളൂ: ദൈവത്തെ അന്വേഷിച്ചവന്റെ കൂടെ നിന്ന ഒരു ദൈവമാണ്. ദൈവത്തെ അന്വേഷിച്ചവന്റെ കൂടെ നിന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ലേഖനോട് പറയുക, ഒഴുകിപ്പോകാൻ എന്തുണ്ട്? ഒരു രാത്രി കൊണ്ടല്ല എന്ത് സംഭവിക്കുന്നത്, പല സമയങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നത്. ഇത് ഒഴുകിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിലൂടെ പറയുക, അങ്ങനെ ഒഴുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യണം. നിങ്ങളുടെ ആങ്കർ എന്ത് ചെയ്യണം? ഉറപ്പിക്കുക. എവിടെ ഉറപ്പിക്കണം? യേശുവിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഡേഞ്ചറാ. രണ്ടാമത്തെ ഡേഞ്ചറാണ് നമ്മളവിടെ കാണുന്നത്. വേഗത്തിൽ പറയുകയാണ്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കും, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. നിൽക്കട്ടെ, രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ, ലംഘനമെന്നും രണ്ടാമത്തെ കാര്യം പറയാം സിൻസ് ഓഫ് ഒമിഷൻ ആൻഡ് സിൻസ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിനകത്ത് എന്തുണ്ടായിരുന്നു? നിങ്ങൾ അതിനെ മനസ്സിലാക്കണം. അവിടെ ലേഖകൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ആ ന്യായപ്രമാണം ആര് മുഖാന്തരം നൽകിയതാ? ദൂതന്മാർ മുഖാന്തരം നൽകിയ ആ ന്യായപ്രമാണത്തെ ലംഘിച്ചവർക്ക് എന്തുണ്ടായിരുന്നു? അപ്പൊ ചോദിക്കുക, ക്രിസ്തു നിങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞ കാര്യത്തെ നിങ്ങൾ ലംഘിച്ചാൽ, മനസ്സിലായെന്ന് വിശ്വസിക്കുക. ക്രിസ്തു നിങ്ങളോട് നേരിട്ട് നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടി നിൽക്കുമ്പോൾ അതിനെ തിരസ്കരിച്ചാൽ എന്തുമാത്രം? ഹല്ലേലൂയ. ഞാൻ ഇവിടെയൊക്കെ എപ്പോഴും പറയാറൊരു കാര്യമുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു എളുപ്പമാർഗമൊന്നുമല്ല. എങ്ങനെയും ജീവിക്കാനും നമുക്കൊരൊറ്റ കൾച്ചറേ ഉള്ളൂ. അത് ഏത് കൾച്ചറാ? ദൈവവചനത്തിൻ്റെ ഉപദേശത്തിനൊന്നും ഒരു മാറ്റവും. നമ്മൾ പറയും പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര ക്രൂരനാ, പുതിയ നിയമത്തിലെ ദൈവം. എൻ്റെ പൊന്നു ദൈവദാസന്മാരെ, ദൈവത്തിന് ഒരു മാറ്റവും. പഴയ നിയമത്തിലും ദൈവം ഒന്നേരം, പുതിയ നിയമത്തിലും ദൈവമാ. ദൈവത്തിന് എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ ലേഖൻ പറയുന്നത് നോക്കിയേ, പഴയ നിയമത്തിൽ അതിന് ശിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് നേരിട്ട് വന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ നിരസിച്ചാൽ, ഇനി പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്തായിരുന്നു? അവനെ എന്ത് ചെയ്യണം? കൊന്ന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിരസിച്ചാലുള്ള അവസ്ഥ എന്താ? സ്തോത്രം. ഇന്ന് രാത്രി ഈ ചിന്ത നിങ്ങളുടെ അകത്ത് കാരണം. അതുകൊണ്ടാണ് ലേഖൻ പറയുന്നത്, സുവിശേഷത്തെ എന്ത് ചെയ്യരുത്? ദൈവം തമ്പുരാൻ ക്ഷമിക്കാത്ത ഒരു പാപമുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഒരാളെ തിരസ്കരിക്കുന്ന ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതെന്തിനാ നമ്മളോട് പറയുന്നത്? നമ്മൾ ആരെ സ്നേഹിച്ചതാ? വർഷങ്ങളുടെ പാരമ്പര്യം എടുത്തു നോക്കിയാൽ നമ്മളൊക്കെ അത്ര വർഷങ്ങൾക്ക് മുമ്പ് ആരെ സ്നേഹിച്ചതാ? കർത്താവിനെ. ഞാനതിന് ഒന്നും കൂടെ ചേർത്ത് പറയും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ യോഗ്യത ഉണ്ടെന്ന് പറയാറുണ്ട്. കാരണം ജനിച്ചു വളർന്നത് മൊത്തം പാസ്റ്റേജിലാണ്, ഒരു പാസ്റ്റർ മകനായിട്ട്. ഇന്ന് ഞാൻ ദൈവവചനം പഠിപ്പിക്കുക,
ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു ക്രെഡിറ്റ് എന്നെ എവിടെ എത്തിക്കില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ. വർഷമല്ല നമ്മുടെ കാര്യം, കർത്താവുമായിട്ട് ഇന്നും ബന്ധമുണ്ടോ ആര്യം. ഈ നിമിഷം ഈ 8 മണി ആകാറുള്ള സമയത്ത് നമുക്ക് കർത്താവായിട്ട് ബന്ധമുണ്ടോന്നാ. സ്തോത്രം. അതുകൊണ്ട് ലേഖൻ പറയുക, അങ്ങനൊരു അവസാനം നമ്മൾക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. നമ്മൾ ഒഴുകി പോകാതെയും ഇതിനെ തിരസ്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഇത് പറഞ്ഞിട്ടാണ് താൻ പറയുന്നൊരു വാചകമുണ്ട്, ശ്രദ്ധിക്കണം. എങ്കിലും കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉണ്ടോ, ആ പദങ്ങൾ ശ്രദ്ധിക്കണം, ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ, ഇനി നോക്കണം, അവിടെ പറയുക ഇത്രയെല്ലാം കാര്യം പുത്രൻ മുഖാന്തരം നേരിട്ട് പറഞ്ഞതാണ്. അതെങ്ങനെയൊക്കെ ഉറപ്പിച്ചത്? അത്ഭുതങ്ങൾ ഉറപ്പിച്ചു, അടയാളങ്ങൾ എന്ത് ചെയ്തു, വീര്യപ്രവർത്തികൾ എന്ത് ചെയ്തു, ഉറപ്പിച്ച് ആ വചനത്തെ, ആ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനാ? സ്തോത്രം. ചിലർ പറയാറുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ആ അത്ഭുതം ചെയ്താൽ ഞാൻ കർത്താവിനെ എന്ത് ചെയ്തോളാം. ചുമ്മാതാ, വെറുതെയാ. ആ അത്ഭുതം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം പറയും ഈ അത്ഭുതങ്ങൾ ചെയ്താൽ ഞാൻ എന്ത് ചെയ്തോളാം. ഇത് തന്നെ ആർക്കും സംഭവിച്ചത്? ഇസ്രായേൽ മക്കൾക്കും. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹൃദയത്തെ എന്ത് ചെയ്യരുത്. ഞാനത് നാളെ എടുക്കാം. പക്ഷെ എങ്കിലും ഒരു കാര്യം ഇതിനോട് പറഞ്ഞു പോകാം. ഈ മിറക്കിള് ലൈഫ് സ്റ്റൈലായി ഉണ്ടായിരുന്ന ഒരൊറ്റ കൂട്ടം ഉണ്ടായിരുന്ന ആരായിരുന്നു? അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എന്ത് വരുന്നു? പക്ഷെ ഈ ജനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? 40 സംവത്സരം എനിക്ക് ആ ജനത്തോട് വിവരിക്കുന്നില്ല. ഇപ്പം ഒറ്റ കാര്യം നിങ്ങളുടെ മനസ്സിലാക്കാൻ പറയാം. ഇന്ന് രാത്രി വീട്ടിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ. ഭക്ഷണം കഴിക്കാൻ നമ്മളാരെങ്കിലും പറയുമോ, ഓ എന്തൊരു മിറക്കിളാ, പറയുമോ? നമ്മളത് കഴിക്കാൻ നേരത്ത് കർത്താവെ സ്തോത്രം നൽകിയതിന് എന്ന് മാത്രം എന്ത് ചെയ്യും? ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഓരോ ഫുഡും എന്ത് വരുന്നു? ഞാനതാ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ പോലും എന്തായിരുന്നു. പക്ഷെ ആ ജനത്തെക്കുറിച്ച് കർത്താവ് പറയുക 40 ആണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാകും ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ലേഖൻ പറയുക, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, ഇനി നോക്കണം എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ രക്ഷയായത്. തുടർന്നുള്ള വാക്യങ്ങൾ പറയാം. ഞാൻ വേഗത്തിൽ പോയിനനുസരിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം നമുക്കത് കാണാൻ കഴിയുന്നത് അടുത്ത വാക്യങ്ങളിലാണ്. ആ 5 മുതലുള്ള വാക്യങ്ങളെ കാണുന്നത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്ക് അല്ലല്ലോ. എന്നിട്ട് 9-ാം വാക്യം നോക്കിയേ, 6-ാം വാക്യം, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മാത്രം നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും. ഇതേ ഭാഗം എന്നറിയാമോ? സങ്കീർത്തനങ്ങൾ 8-ന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ എന്ത് ചെയ്തിരിക്കുക? പറയാം, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ സങ്കീർത്തനങ്ങളെ കടന്നു പോകണം. സങ്കീർത്തനം 8-ന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഒന്ന് വേഗത്തിൽ വായിക്കാമോ? മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ശ്രദ്ധിക്കണം, നിന്റെ കൈകളുടെ പ്രവർത്തികൾ അധിപതിയാക്കി
അവൻ്റെ കാൽ കീഴാക്കി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൈവിരലിൻ്റെ പണിയായ ആകാശത്തെയും ഭൂമിയൊക്കെ നോക്കിക്കഴിയുമ്പോൾ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് ഇത്ര വലിയ രക്ഷയാകാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കാം, മിൽക്കി വേ ഗാലക്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യു ഓൾ ഹേർഡ് അബൌട്ട് മിൽക്കി വേ ഗാലക്സി. ഡു യു നോ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദാറ്റ്? 1,87,000 ലൈറ്റ് ഇയർ ലോങ് ആണ് ഒരു മിൽക്കി വേ ഗാലക്സി. 1,87,000 ലോങ് ആണ് എന്ന് പറഞ്ഞാൽ ഒരാൾ സഞ്ചരിക്കാൻ, ലൈറ്റ് ഇയറിന്റെ രീതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ എത്ര സമയം എടുക്കും? 1,87,000 ലൈറ്റ് ഇയറിന്റെ ആ സ്പീഡിൽ സഞ്ചരിച്ചാലേ എവിടെ എത്തുള്ളൂ? ഇതുപോലത്തെ എത്ര മിൽക്കി വേ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അറിയാം? 2 million and millions of galaxies. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും കൈപ്പണി ചെയ്ത കർത്താവിന് നമ്മളെ മനസ്സിലാവുന്നുണ്ടോ? ഇത് മൊത്തം ആരുടെ കൈപ്പണിയാ? നമുക്ക് ചിന്തിക്കാൻ പോലും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊരു 1000 ഏക്കർ സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. ഈ 1000 ഏക്കർ സ്ഥലത്തിൽ നിന്ന് ഒരാൾ ഒരു ചെറിയ കല്ലെടുത്ത് നിങ്ങളോട് വന്ന് ഒരാൾ പറഞ്ഞു, വേണ്ട നിന്റെ പറമ്പിൽ നിന്ന് എന്ത് ചെയ്തു? ചെറിയ. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും? അത് സാരം 1000 ഏക്കറിനകത്ത് ഒരു ചെറിയ കല്ല് പോയാൽ അതിനകത്ത് എനിക്കെന്താ? ഇത്രയേ ഉള്ളൂ. ആര്? സ്തോത്രം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ആര്? അപ്പം നമ്മെ ഓർത്തില്ലെങ്കിൽ കർത്താവിന് എന്താ സംഭവിക്കുന്നത്? സ്തോത്രം, 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 സ്തോത്രം. ഞാൻ പറഞ്ഞതിന് ആശയം മനസ്സിലായോ? നിൽക്കുന്നത് നമ്മുടെ കുറവ് കൊണ്ടല്ലെന്ന്. ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മിടുക്കല്ലെന്ന്. നമ്മളെ ഓർത്തില്ലെങ്കിൽ ദൈവത്തിന്റെ കൈപ്പണി നോക്കിയാൽ നമ്മളെ ഓർക്കേണ്ട ആവശ്യം. ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കത്തി തുടങ്ങണം. ഇത്രയെല്ലാം ചെയ്ത ദൈവം പക്ഷെ ഒരു കാര്യം ചെയ്തു. ആരെ ഓർത്തത്? ആ ഓർത്തപ്പോൾ ചെയ്ത കാര്യം എന്തെന്നറിയാമോ? നമുക്ക് വേണ്ടി ദൂതന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ദൈവം ചെയ്തു. നിങ്ങൾക്ക് ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ആഴം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കത്തണം. ദൂതന് മരിക്കാൻ കഴിയത്തില്ല. നമ്മെ ഓർക്കേണ്ട ഒരു കാര്യമില്ലാതിരുന്നിട്ടും നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവുണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത്രയും ഗാലക്സീസിനെ മാത്രം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതിന്റെ കോടിക്കണക്കിൽ എവിടെ കിടക്കുക? നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തക്കോ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങ് ഇരിക്കുമ്പോ അത്രയും വലിയ ദൈവത്തിന് നമ്മൾ ആരാ? ഓർക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓർക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഓർത്തു. അതാ ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് ലേഖകൻ പറയുന്നത് ഓർക്കുക മാത്രമല്ല, ഏറ്റവും ഹ്യൂമിലിയേറ്റ് ആയ ഒരു കാര്യം കൂടെ ചെയ്തു. എന്തെന്നറിയാമോ? സകലത്തിന്റെ സൃഷ്ടിതാവ് താണ ലോകത്തിലേക്ക് വന്നു. അച്ഛാ, അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് ലേഖകൻ പറഞ്ഞു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ
ഹല്ലേലൂയ. എന്റെ പൊന്നു ദൈവമക്കളെ, ദൈവസന്നിധി കരയാൻ മറ്റൊന്നും വേണ്ട. ഇതൊരു മാത്രം ഓർത്താൽ മതി ദൈവസന്നിധി നന്ദിയുള്ളവരെ ജീവിക്കാൻ. ആരാധന എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിക്കുന്നതല്ല, ഇതിന് നന്ദി പറയുന്നതാ. ആരാധന എന്ന് പറയുന്നത് ഇതിന് നന്ദി പറയുന്നതാ. ഓർക്കേണ്ട ഒരു കാര്യമില്ലാഞ്ഞിട്ട് എന്റെ പേരോർത്ത് എന്നെ രക്ഷിച്ച വലിയ രക്ഷ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നന്ദിയോടെ പറയാൻ കഴിയും ദൈവമക്കൾ ഒരുമിച്ച് ആദരങ്ങളൊക്കെ നന്ദി പറ. ഞങ്ങളെ ഓർത്തതിന് നന്ദി കർത്താവേ, ഞങ്ങളെ ഓർത്തതിന് നന്ദി കർത്താവേ. ശമനഘടകതല ഒന്ന്, രക്ഷ വലുതാകാൻ കാരണം അവൻ നമ്മളെ എന്ത് ചെയ്തു? നമ്മെ ഓർത്തു. ഇനി ഓർക്കുക മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ചെയ്ത് 8-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്ത് ചെയ്യുന്നറിയാമോ? 8-ാം വാക്യം വായിക്കാമോ? 8-ാം വാക്യം, 9-ാം വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം എന്ത് ചെയ്തു? അപ്പൊ നമ്മെ ഓർക്കുക മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ചെയ്തത് മരണം എന്ത് ചെയ്തു? He tasted death. എന്നാ വാക്യം പറ? He tasted death എന്നാ. ഈ ടേസ്റ്റഡ് ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു കബീറിന്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കടന്നു വരണം. രാജകൊട്ടാരത്തിലൊക്കെ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ജോലിയാണ് എന്ന് പറയുന്നത് കബീർ. വെറുതെ ചരിത്രം പഠിപ്പിക്കുന്നത് രാജാവ് നേരിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് എന്ന് പറയുന്നത് കബീറിന്റെ. രണ്ടാമത്തെ കാര്യം, രാജാവ് എപ്പോഴും സൂക്ഷ്മതയോടെ മുഖത്തോട് നോക്കുന്ന ആരെയാ? പണ്ടൊരു ചരിത്രകാരൻ പറഞ്ഞാണ്, രാജ്ഞിയെ നോക്കുന്നതിനെക്കാട്ടിലും നന്നായി നോക്കുന്ന ആരുടെ മുഖത്താ? കാരണം ഇദ്ദേഹത്തിന്റെ മുഖത്തിനൊരു ഭാവം മാറിയാൽ രാജാവിന് മനസ്സിലായെന്തോ. അതുകൊണ്ടാണ് നെഹമ്യാവിനെ നോക്കിയത്. നെഹമ്യാവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ രാജാവിന്റെ കാര്യം മനസ്സിലായി, ഇവന്റെ മുഖം എന്നും ഉള്ളതുപോലെ. കാരണം എന്നറിയാമോ? രാജാവ് കുടിക്കുന്നതിന് മുൻപ് ആര് കുടിച്ചു നോക്കും? ഇത് കുടിക്കുമ്പോൾ രാജാവ് മുഖത്തോട് എന്ത് ചെയ്തിരിക്കുക? എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടെങ്കിൽ അത് ആർക്ക് പണിയാവും? അതേ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഹി ടേസ്റ്റഡ് എന്ത് ചെയ്തു? അവൻ മരണത്തെ എന്ത് ചെയ്തു? ആസ്വദിച്ചു. എന്തിനു വേണ്ടിയാ? നമ്മെ ഓർക്കേണ്ടതിന്. സ്തോത്രം. ഇത് ആർക്ക് ചെയ്യാൻ കഴിയത്തില്ല? ദൂതന്മാർക്ക്. അതുകൊണ്ട് ലേഖൻ പറയുക, he is greater than. Why? He tasted death for us. ദൂതന്മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ സെൻസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ചിലരുടെ ഹൃദയത്തിനകത്ത് ഇത് പെനിട്രേറ്റ് ചെയ്ത് കയറുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഇന്നലെയും ഇന്നും ഒക്കെ പറഞ്ഞു തരുന്നു, ദൈവത്തെ സ്തുതിക്കാൻ വേറെ ഒന്നും വേണ്ടെന്നേ. ദൈവസന്നിധി വരുമ്പോൾ ദൈവദാസൻ ആരാധിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. എബ്രായ ലേഖനം പഠിച്ചു കഴിയുമ്പോൾ ദൈവമക്കൾ ഈ ഒരു വെളിപ്പാട് അകത്ത് കയറിയാൽ ഇടവും വലവും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചവനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മരണത്തെക്കുറിച്ച് വിവരിക്കുന്നൊന്നുമില്ല. കർത്താവ് അനുഭവിച്ച പീഡനവും മരണം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും. ഒരു ചരിത്രകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ തലയിലേക്ക് മുൾക്കിരീടം വെച്ചപ്പോൾ ഒരു മുള്ളിറങ്ങിപ്പോയി യേശുവിന്റെ കണ്ണ് പുറത്തോട്ട് തൂങ്ങിക്കിടന്നെന്നാ. ചിന്തിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ചിന്തിക്കാൻ കഴിയുമോ? എന്തിനാണെന്നറിയാമോ? എന്നെ നിങ്ങൾ ഓർക്കേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ഇത്ര
ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മെ ഓർക്കേണ്ട കാര്യം എന്താ? എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാ. ആ ലവ് നമ്മുടെ ഉള്ളിൽ കയറണം. Love of Christ that should enter in our hearts, that should drive in a Christian life. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ക്ലാസ് അവസാനിക്കുമ്പോൾ ദൈവമക്കളുടെ ആത്മാവിന്റെ ഒരു കാര്യം പറയാം. ഈ ഒരു വെളിപ്പാടും തികഞ്ഞ ഇന്ന് ദൈവമക്കൾ പോകാവുള്ളൂ ഇവിടുന്ന്. ഇന്ന് രാത്രി സമയം പോയാലും കർത്താവിനോട് പറയാം, കർത്താവേ ഇതിന്റെ ഒരു ആഴമേറിയ വെളിപ്പാട് എന്റെ ഹൃദയത്തിൽ തരണം. You have to put me that revelation in my heart. Until unless if you are not doing that, don't send me out of this. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ഈ ഒറ്റ റെവലേഷൻ മതി ദൈവമക്കളെ പിടിച്ചു നിൽക്കാൻ. ഇങ്ങനൊരു റെവലേഷൻ ഒന്നും ഇല്ലാതൊരു സമയമുണ്ട്, ഇയ്യോബിന്റെ സമയം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ വീണ്ടെടുപ്പാരൻ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ പറയും, അന്യനെ കണ്ടുകൊണ്ടല്ല, സ്വന്തം കണ്ണാൽ. ഇത്ര എസ്കറ്റോളജിക്കൽ ചിന്തയൊന്നും ആ കാലഘട്ടത്തിലില്ല. പക്ഷെ തന്റെ അകത്തൊരു വെളിപ്പാടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ആ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വെളിപ്പാടിന്റെ ആഴം നമ്മളെ ചലിപ്പിച്ചു തുടങ്ങട്ടെ. യെസ്, ഇന്ന് രാത്രി ആത്മാവ് ഇതിനകത്ത് ചലിക്കട്ടെ. പ്രൗഢിമാനകൾ വൈഡ പ്രൗഢിമാനഘടക ശനൽ ഘടകതയാനക പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. രഥമന രഖൽ ഖഡ ഹസ്തഗന്ധ രഗൽ ഖദന രഗൽ ഖൗഡിമാനക ശന്ധര ധനദ്യാനകം വൈഡമന്തരം ദിയാനക ദിയാനക ശോഭിരിയാനക. ക്രൂശിന്റെ സ്നേഹം ചലിപ്പിച്ചു തുടങ്ങട്ടെ. ക്രൂശിന്റെ സ്നേഹം ചലിപ്പിച്ചു തുടങ്ങട്ടെ. ക്രൂശിലെ സ്നേഹം ഇന്ന് രാത്രി തൊഴട്ടെ. ക്രൂശിലെ സ്നേഹം ഇന്ന് രാത്രി വിടുതലായി മാറട്ടെ. ക്രൂശിലെ സ്നേഹം കുടുംബത്തിനകത്ത് വിടുതലായി മാറട്ടെ. ശബര രഗല ശദര ധീരവനഗടക ശദരഗടഗതി. ഹല്ലേലൂയ. ഒന്ന്, മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് നമ്മളൊന്നും, അതുകൊണ്ട് ഇത് വലിയ രക്ഷയായി. രണ്ട്, നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? മരണം ആസ്വദിച്ചു. മൂന്നാമത്തെ പോയിന്റ് ഞാൻ വേഗത്തിൽ ഒറ്റ മിനിറ്റോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം 10-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് വലിയവനാകുന്നത്? കാരണം കഷ്ടാനുഭവങ്ങളാൽ എന്ത് ചെയ്തു? യേശു വലിയവനാകാനുള്ള കാരണം അവൻ രക്ഷാനായകനാണ്. ആ രക്ഷാനായകന്റെ പ്രത്യേകത കഷ്ടങ്ങൾ എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതയിലൂടെ അവൻ ആരെക്കാട്ടിലും വലിയവനായി? ദൂതന്മാരെക്കാട്ടിലും. അതുകൊണ്ടാ ഈ രക്ഷ വലിയ രക്ഷ. ഇനി ഒരു കാര്യം, ദൈവമക്കളെ, നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത കഷ്ടതയൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കഷ്ടത വരുന്നതും ദൈവം തരത്തില്ല. കാരണം നമ്മൾ സഹിക്കുന്ന സകല കഷ്ടതയും ആരനുഭവിച്ചതാ? നിങ്ങളുടെ പ്രയാസം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഇത്രേ പറയാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. കൂടി വന്ന് ഞാൻ പറയാം, ഐ സിംപതൈസ് വിത്ത് യു, അത്രേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ സിംപതൈസ് ചെയ്യുന്നവനല്ല, ഹി എംപതൈസ് വിത്ത് യു. മനസ്സിലായോ നിങ്ങൾക്ക്? ഹി എംപതൈസ് വിത്ത് യു. യു നോ വാട്ട് ഈസ് ദ റീസൺ? The reason
he has gone through the same suffering. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ വേദന എന്തെന്ന് നല്ലതുപോലെ ആർക്കറിയാം? നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ആർക്കറിയാം? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇന്ന് രാത്രി? നിങ്ങളോട് സിമ്പതൈസ് ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവ്, നിങ്ങളോട് എംപതൈസ് ചെയ്യുന്നവനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറയും. എന്ത് മനസ്സിലാകും? ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ നന്നായി അറിയുന്നവനാ നിങ്ങളുടെ കൂടെ ഉള്ളവൻ. ഉള്ളതുപോലെ അറിയാവുന്നവനാണ്. നിങ്ങളുടെ മനസ്സിനെ കാണുന്നവനാണ് നിങ്ങളുടെ കൂടെ ഉള്ളവൻ. ഞാൻ എന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കുക. ഇത്ര വലിയ രക്ഷയാകാനുള്ള കാരണം എന്തെന്നറിയാമോ? എന്നെ അറിയുന്നവൻ എന്റെ കൂടെ ഉള്ളതാ. കാരണം എനിക്ക് വേണ്ടി അവൻ സഹിച്ച കഷ്ടത. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും ദൈവത്തിലുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആരോടും പറയാൻ കഴിയാത്ത വിഷയങ്ങൾ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിനകത്തുണ്ട്. ഒരാളോട് പോലും പറയേണ്ട, പക്ഷെ നിന്റെ ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന, നിന്റെ വേദനയെ മനസ്സിലാക്കാൻ കഴിയുന്ന, നിന്റെ പ്രയാസത്തെ കാണുവാൻ കഴിയുന്ന, അതിനോട് എംപതൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുക. ഇന്ന് രാത്രി അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാണ്. അതുകൊണ്ട് ലേഖകൻ പറയുന്ന ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. ഇന്ന് രാത്രി ഒരു വാക്ക് ദൈവസന്നിധി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളോട് എംപതൈസ് ചെയ്യുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വചനം ഇന്ന് രാത്രി നിങ്ങളോട് ഇടപെട്ടുവെങ്കിൽ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറയാം. കർത്താവേ, ഡ്രിഫ്റ്റ് അവേ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി മടങ്ങി വരാൻ ഞാൻ തയ്യാറാ. എനിക്ക് അന്നുമായിട്ടൊരു ബന്ധം ഇന്ന് രാത്രി വേണം. നീ ഞങ്ങളെ ഓർത്ത ദൈവമാ. ഇന്ന് രാത്രി ആ ദൈവമായിട്ട് ആത്മാവിൽ ഒരു ബന്ധം എനിക്ക് ഇന്ന് സ്ഥാപിച്ചേ മതിയാകൂ എന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഇതിന് നടുവിലുണ്ടെങ്കിൽ ഇടത്തും വലത്തും നോക്കരുത്. ദൈവസ്ഥലം ചാടി എഴുന്നേൽക്കും. പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കരുത്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടുവെങ്കിൽ ഇന്ന് രാത്രി എഴുന്നേൽക്കുക.